ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ KMWന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന്റെ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുന്നു. എന്നോടൊപ്പം നമ്മുടെ KMW പ്രസിഡന്റ് ബിനോയ് ചേട്ടനോട് ഉണ്ട്. കഴിഞ്ഞ നമ്മുടെ മൂന്നാമത് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം, അതായത് 23/7/26 സോഷ്യൽ ക്ലബ്ബിൽ വെച്ച് 8 PM പ്രസിഡന്റ് ബിനോയ് ചേട്ടന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. അതിൽ ഏകദേശം 14 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് പങ്കെടുത്തത്. നമ്മൾ ഈ പ്രാവശ്യം കൂടിയതിന്റെ മെയിൻലി നമ്മുടെ അജണ്ടയിൽ നമ്മുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അതായിരുന്നു നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഈ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സബ് കമ്മിറ്റികൾ വേണം, അതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പിന്നെ ചേട്ടാ, നമ്മുടെ ഓണം ഇവന്റിന്റെ സ്റ്റാളും ഓണം ഇവന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മെഗാ ഇവന്റ് ആണ്. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ സ്റ്റാള്, ഓണത്തിന്റെ ആ ദിവസമായിട്ട് നമുക്ക് പാർവതി ക്ലോത്തിങ്സിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഓണത്തിന് ഉപകരിച്ചില്ലെങ്കിലും ഇനി പിന്നീട് കൊടുക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോൾ ഉണ്ടാവും. അതുകൂടാതെ ഫ്രഷ് ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വൈബ്സ് കടൽ തീരം, നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള വൈബ്സ് കടൽ തീരം ബില്ലിംഗ് പ്രോ, അവരുടെ ഒരു സ്റ്റോൾ ഉണ്ടാവും. അപ്പോൾ ഓൾ ത്രൂ ദി ഇവന്റ്. അപ്പൊ നമുക്ക് അവരുടെ 100% കൺഫേംഡ് അല്ല, എന്നിരുന്നാലും അവര് പറഞ്ഞേക്കണു, അതുകൊണ്ടാവും. പിന്നെ വിനോചേട്ടാ, ഇനി നമ്മുടെ മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഈ സ്റ്റോള്, നമ്മുടെ ഓണത്തിന് സ്റ്റോൾ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബിസിനസ് മാത്രം ആവരുതെന്ന് മാത്രമുള്ള ഒരു കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള സ്റ്റോളുകൾ അവിടെ ഇടണമെങ്കിൽ നമ്മുടെ കമ്മിറ്റിയെ അറിയിച്ചാൽ അതിനുള്ള അവസരം ഉണ്ടാവും. അതിനൊരു ചെറിയ ഫീസ് ഉണ്ടാവും. അത് നിങ്ങളുടെ അറിവിലേക്ക് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ഈ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഓണസദ്യക്ക് വേണ്ടിയിട്ട് 2 കൊട്ടേഷനുകളാണ് ലഭിച്ചത്. അതിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയത് സ്പൈസി നെറ്റിൽ നിന്നാണ്. അത് നമുക്ക് 11.49 ആണ് പെർ ഹെഡ് നമ്മളെ ചാർജ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും താഴ്ന്ന റേറ്റിലുള്ള കൊട്ടേഷൻ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കമ്മിറ്റി സ്പൈസി നെറ്റിനാണ് ഇപ്രാവശ്യം കൊട്ടേഷന്, നമ്മുടെ ഓണസദ്യക്കുള്ള കൊട്ടേഷൻ അപ്രൂവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ചേട്ടാ, അല്ല, അതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓണത്തിന്റെ പെർ ഹെഡ് കോസ്റ്റ് നമ്മൾ ഡിസ്കഷനിലാണ് ഇപ്പോഴും. ഇതെല്ലാം നമ്മുടെ എല്ലാ കോസ്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പെർ ഹെഡ് എത്രയാണെന്നുള്ളത് പിന്നീട് അറിയിക്കും. കമ്മിറ്റി അതിന്റെ ഡിസ്കഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായി. എനിക്കൊന്ന് വിളിച്ചിട്ട് നമ്മുടെ മെമ്പേഴ്സ് അറിയാനായിട്ട് ഏകദേശം ഒരു എന്താണ് നമ്മുടെ ചെലവ്, കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. പലരും എന്നോട് ചോദിച്ചു നമ്മുടെ ഓണത്തിനൊക്കെ എന്താണ് ഇത്ര, ജസ്റ്റ് ഒരു പെട്ടെന്ന്. അത് പക്ഷെ ഇത് നമ്മൾ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഓണത്തിന്, നമ്മുടെ ഈ ഒരു മെഗാ പ്രോഗ്രാം ഓണം നടക്കുമ്പോൾ നമുക്കിത് ഒത്തിരി എക്സ്പെൻസീവ് ആണ് എല്ലാ തലത്തിലും നോക്കുമ്പോൾ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ LED സ്ക്രീൻ, സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, ഹോൾ റെന്റ്, ഇത്രയും കാര്യത്തിന് മാത്രം ടേബിൾ ആൻഡ് ചെയർ നമ്മൾ ഹയർ ചെയ്യുന്നതിന് മാത്രം നമുക്ക് 1000 പൗണ്ട് അടുത്ത് വരും. ഹോൾ റെന്റ് നമുക്ക് 1000 പൗണ്ടോളം വരും. 4200 ആണ് നമുക്ക് സ്റ്റേജ്, LED, സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം കൂടി വരണേ, ജനറേറ്റർ എല്ലാം കൂടി. അപ്പൊ നമുക്ക് ഏകദേശം 6000 പൗണ്ട്സ് വേറെ ഈ ഭക്ഷണം ഇതൊന്നുമായിട്ട് ബന്ധമില്ലാതെ 6000 പൗണ്ട്സ് ആ ഒരൊറ്റ ഇവന്റിന് അന്നത്തെ ദിവസം മാത്രം നമുക്ക് വരും. പിന്നെ അതിന്റെ ടോപ്പ് ഓഫ് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ നമ്മളത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇതിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതവണ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് സോഫാർ ഒരു 6350 പൗണ്ട്സോളം നമുക്ക് സ്പോൺസർഷിപ്പ് എഗ്രീഡ് ആണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ആ കിട്ടുന്ന സ്പോൺസർഷിപ്പ് നമ്മൾ അതിൽ നിന്ന് ഒരു ഹാഫ് മണി അതിൽ നിന്ന് എടുത്ത് നമ്മൾ ഓണത്തിന്റെ ഇവന്റിനും ഹാഫ് നമ്മൾ ക്രിസ്മസിനും വേണ്ടി ഉപയോഗിക്കും. അത് ഉപയോഗിക്കും എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മാക്സിമം നമ്മൾ പെർ ഹെഡ് കോസ്റ്റ് എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഏറ്റവും പറഞ്ഞതുപോലെ ഏറ്റവും ഈ കൊട്ടേഷൻ കിട്ടിയതിൽ ഏറ്റവും ഇതായിട്ടുള്ള പ്രൈസ് 11.49 പെർ ഹെഡ്. പ്ലസ് ആണ് നമ്മുടെ ഈ കോസ്റ്റുകളെല്ലാം കൂടെ വരുന്നത്, ഈ എക്സ്പെൻസുകളെല്ലാം കൂടെ വരുന്നത്. എന്നാലും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്പോൺസർഷിപ്പും കൂടി ഇതിന്റെ അകത്തിട്ടുണ്ട്. മാക്സിമം സ്പോൺസർഷിപ്പ് മാത്രമല്ല, നമ്മുടെ മെമ്പർഷിപ്പ് ഫീയും നമ്മൾ അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടും കൂടിയാണ് ഇപ്പൊ ഈ കോസ്റ്റുകളെല്ലാം. ഇപ്പൊ 6000 സ്ട്രൈറ്റ് അവേ ഇതിന്റെ മാത്രം പറഞ്ഞു. അത് കൂടാതെ നമുക്ക് മറ്റു ചെലവുകൾ പലതും ഉണ്ട്, ചെറിയ ചെറിയ ചെലവുകൾ, കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ചെലവെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണത് നമ്മുടെ സ്പോൺസർഷിപ്പിൽ നിന്നും നമ്മുടെ മെമ്പർഷിപ്പിൽ നിന്നുള്ള ഒരു. പലപ്പോഴും ആളുകൾ ചോദിക്കേണ്ട, ഈ മെമ്പർഷിപ്പ് ഇത്രയും പൈസ കിട്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്.
അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പൊ സ്പോർട്സ് ഡേ നടന്നു. സ്പോർട്സ് ഡേക്ക് നമുക്ക് നിയർലി 1000 പൗണ്ട്സ് നമ്മൾ അതിന്റെ അവിടുത്തെ വെന്യൂ റെന്റിന് മാത്രം 600 പ്ലസ് ആണ്, അറൌണ്ട് 700 പൗണ്ടോളം വന്നു. പിന്നെ അവിടെ നടന്ന ചെലവുകൾ എല്ലാം നമ്മുടെ കിഡ്സ് ഡേക്കും ഏകദേശം കിഡ്സ് ഡേ ഏകദേശം 500 പൗണ്ട്സോളം നമുക്ക് ചെലവായി. എങ്കിൽ ഇതൊക്കെ നമ്മുടെ എല്ലാ കാറ്റഗറിയിലും പെട്ട നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും എൻജോയ് ചെയ്യണം എന്നുള്ള അതിന്റെ ബേസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇനി വരാനുള്ള ചെലവാണ് നമ്മൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നു, അതിന് നമ്മൾ ഇത് വരണം. നമ്മുടെ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് ടോണി അതിനെ കുറിച്ച് പറയും. വേറെ സെമിനാർ പറഞ്ഞിട്ടുണ്ട്, പല ഇതിനെല്ലാത്തിനും നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കളക്ട് ചെയ്യുന്ന മെമ്പർഷിപ്പ് ഫീ ഇതിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഇതെല്ലാം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ 6,000-7,000 പൗണ്ട് എക്സ്ട്രാ വരുന്ന ചെലവുകൾ നമുക്ക് പെർ ഹെഡ് നമ്മൾ കളക്ട് ചെയ്യണില്ല സെപ്പറേറ്റ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി. ജസ്റ്റ് അത് എല്ലാവരുടെയും അറിവിലേക്ക് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ മാക്സിമം ഇപ്രാവശ്യവും മാക്സിമം പെർ ഹെഡ് കോസ്റ്റ് കുറച്ചായിരിക്കും നമ്മളത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ മെമ്പർഷിപ്പ് അപ്ഡേറ്റ്സിനെ പറ്റി ഒന്ന്. മെമ്പർഷിപ്പ് ഫീ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്താണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 2026 മെമ്പർഷിപ്പ് ഫീ ആണ് ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്നത്. 25 ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് സ്റ്റിൽ നീഡ് ടു പേ. അത് പേ ചെയ്തിട്ടാണ് 2026 പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഇയർലി ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. അത് 25 പൗണ്ട്സ് ആണ്. അത് നമ്മൾ ബൈ 31st ജൂലൈ ആണ് നമ്മൾ എയിം ചെയ്യണേ. ഇനിയും ആരെങ്കിലും പേ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പേ ചെയ്യണം. കാരണം ഇത് പേ ചെയ്താൽ മാത്രമാണ് അതിൽ നിന്നുള്ള എമൗണ്ടും കൂടി നമുക്ക് മാറ്റിയിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പെർ ഹെഡ് കോസ്റ്റിൽ ഉണ്ടാവുന്ന ഇതുകൾ കൂടും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പേ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഒത്തിരി പേര് പേ ചെയ്ത് വളരെ കുറച്ച് ആളുകൾ കൂടെ പേ ചെയ്യാനുള്ളൂ. പേ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പേ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ 31st ജൂലൈ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിനോട് സഹകരിക്കണമെന്ന് താല്പര്യപ്പെടും. പിന്നെ നമ്മൾ കമ്മിറ്റി ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഈ ടീൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ടീനേജേഴ്സ് പിള്ളേർ അവര് നമ്മുടെ ഈ ഗൂഗിൾ ഫോമിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, സജഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ടീൻസിനെ ഫോക്കസ് ചെയ്ത്. അതുകൊണ്ട് കമ്മിറ്റി അത് ഡിസ്കസ് ചെയ്യുകയും ഒരു DJ ഇവന്റ് ഒരു ഈവനിങ്ങിലാണ് നമ്മുടെ സോഷ്യൽ ക്ലബ്ബിൽ വെച്ച്, എനിക്ക് തോന്നുന്നു October 16th ഫ്രൈഡേ 6 PM to 11 PM ഒരു DJ ഇവന്റ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറകാലം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അത് ഡിജെയുടെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതായിരിക്കും. 13 and above ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം തീരെ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഇതില്ലാതെ അത് നമ്മൾ പുറമേ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് നല്ലൊരു DJ പ്രോഗ്രാം ആയിട്ട് ചെയ്യാം. ഓണത്തിനായാലും നമ്മളിപ്പോ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോ വന്നൊരു കാര്യം, ഓണത്തില് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 to 45 മിനിറ്റ്സിലേക്കുള്ള ചെറിയൊരു ഫ്യൂഷനും കൂടി ഔട്ട്സൈഡിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മളൊരു റിസർവിലുണ്ട്. ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട്. നമുക്കറിയില്ല, ഏറ്റവും തിരക്കുള്ള സമയമാണ് ഓണത്തിന്റെ സമയത്ത്. ഈ 5-ാം തീയതിയാണ് എല്ലായിടത്തും ഓണാഘോഷങ്ങൾ മലയാളികൾ. അതുകൊണ്ട് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫഷണൽ ടച്ചും കൂടി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അത് 100% ഉറപ്പല്ല. അത് ആർട്സ് കമ്മിറ്റികൾ കൂടിയതിനു ശേഷം നമുക്ക് ഇച്ചിലൂടെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത അപ്കമിങ് ഇവന്റ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. അത് August 29th സാറ്റർഡേ നമ്മുടെ ബുക്ക്ലെ അക്കാഡമിക്ക് വെച്ചാണ് അത് നടക്കുന്നത്. അതിന്റെയും വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുക. അത് കമ്മിറ്റി ഡിസ്കസ് ചെയ്തു എങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ പുറകാലം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോഷ്യൽ നമ്മുടെ പാർട്ട് ഓഫ് ദി സോഷ്യൽ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ്, ഈ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ലിറ്റർ പിക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ ഡേറ്റും ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റിയപ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ അതിനോട് സഹകരിക്കാം. നമ്മൾ വലിയൊരു ഇതല്ല, ഒരു ക്ലീനിങ്, ജസ്റ്റ് നമ്മൾ ലിറ്റർ പിക്കിങ്. സോ നമ്മൾ അതൊരു എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മളൊരു അസോസിയേഷൻ ആവുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് ഇതുവരെയുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റി ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചത്. ഒരു കാര്യമായിട്ടുള്ള ഇപ്പൊ നമ്മള് ഇവിടെ നമുക്കൊരു സേഫ് ഗാർഡിംഗ് പോളിസി ഉണ്ട് നിലവിൽ. സേഫ് ഗാർഡിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറിയാണ്. അപ്പൊ നമുക്ക് റീസെന്റ്ലി ഇങ്ങനെ
നമ്മുടെ പല മെമ്പേഴ്സും ഒക്കെ നമ്മൾ പല ഹെൽപ്പിനും പല കാര്യങ്ങൾക്കും വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കമ്മിറ്റിയിലും ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസത്തില് ഒരു ഫാമിലി ഇതുപോലെ ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അതായത് അവര് റെന്റ് ചെയ്ത വീട് റെന്റ് ചെയ്തിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് വന്നപ്പോ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആ ലാൻഡ് ലോഡ് ഉണ്ടാക്കി. അവരുടെ കീ അവർ മേടിക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവർ 2 വീടിന്റെ വാടക കൊടുക്കായിരുന്നു കപ്പിൾ ഓഫ് മന്ത്സ് ആയിട്ട്. അപ്പൊ അവരിങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ അസൈൻഡ് ആയിട്ടുള്ള കമ്മിറ്റി മെമ്പർ, നിങ്ങൾക്കറിയാം, നിങ്ങളെ ഓരോരുത്തരായിട്ട് കമ്മിറ്റി മെമ്പേഴ്സിന് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ആളെങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ച് ലാൻഡ് ലോഡായിട്ട് സംസാരിച്ചു. അവര് വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ ലാൻഡ് ലോഡായിട്ടും അവരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തു. കാരണം അവരുടെ 10,000 പൗണ്ടോളം അവര് ആ വീടിന് വർക്കുകൾ ഉണ്ട്, അതുകൊണ്ട് ആ മണി അവരോട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ലാൻഡ് ലോഡ് ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളത് അവരായിട്ട് ഇൻവോൾവ് ചെയ്ത് അവരായിട്ട് സംസാരിച്ചു. ലാൻഡ് ലോഡായിട്ട് അതിന്റെ ലീഗൽ സൈഡുകളെ കുറിച്ച് എല്ലാം സംസാരിച്ചു, ഫാമിലിയായിട്ട് സംസാരിച്ചു. ഏറ്റവും അവസാനം അയാൾ വന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ വന്ന് അയാൾ കീ മേടിച്ചിട്ട് പോയി. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളില്ല. അപ്പൊ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഡെപ്പോസിറ്റ് മണി അയാൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ ആ പ്രശ്നം വലിയൊരു ഫാമിലി ഒരു ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. അത് നമുക്ക് ആക്ച്വലി അതിന്റെ അകത്ത് അത്രയൊക്കെ ചെയ്യാൻ പറ്റി. അത് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ അസോസിയേഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് നേരിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ല. സോ നമുക്ക് ആരെങ്കിലും, നിങ്ങൾക്ക് ആരെ സഹായിക്കാൻ പറ്റണമെന്നുള്ളത് ഗൈഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പറ്റും. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി ആളുകളുണ്ട്, നല്ല അറിവുള്ള ആളുകളുണ്ട്. നമുക്ക് അതൊക്കെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ കമ്മിറ്റിയിൽ തീരുമാനിച്ചത്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, നമ്മുടെ അപ്കമിംഗ് ഇവന്റിൽ ബ്ലഡ് ഡൊണേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് പറയുന്നത് മാത്രം. ഇനിയും അപ്പൊ നമുക്ക് ഓണത്തിന് കാണാം, അതുപോലെ തന്നെ ബാഡ്മിന്റൺ ടൂർണമെന്റിനൊക്കെ നമുക്ക് കാണാം. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത കമ്മിറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.